സഹീഹുൽ ബുഖാരി ദർസ് 83 കിതാബുൽ വുളു സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ. ബാബ് അധ്യായം ലാ തുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല, അതായത് അള്ളാഹു സ്വീകരിക്കുകയില്ല, സ്വലാത്തുൻ നമസ്കാരം, ബിഗൈരി തുഹൂരിൻ തുഹൂറില്ലാതെ, ശുദ്ധിയില്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായ അവസ്ഥയിൽ ഉള്ള നിസ്കാരമല്ലാതെ സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. ചെറിയ അശുദ്ധി എന്ന് പറയുന്നത് വുളു ഇല്ലാത്ത അവസ്ഥയാണ്. വുളു മുറിയുന്ന പല കാര്യങ്ങളുണ്ട്. അത് സംഭവിച്ചാൽ പുതുതായിട്ട് വുളു എടുക്കണം. കുളി നിർബന്ധമായ കാര്യങ്ങൾ വന്നാൽ കുളിക്കണം. കുളി നിർബന്ധമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയ അശുദ്ധിയുടെ അവസ്ഥയാണ്. ആ അവസ്ഥയിൽ കുളിക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതുപോലെ തന്നെ വുളു ഇല്ലാത്ത അവസ്ഥയിൽ നിസ്കരിച്ചാലും ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോൾ ചെറിയ അശുദ്ധിയോ വലിയ അശുദ്ധിയോ ഉള്ള സമയത്ത് നിസ്കരിക്കുക എന്നത് ഹറാമാണ്. ഹദീസ് 135. حدثنا إسحاق بن إبراهيم الحنظلي قال أخبرنا عبد الرزاق قال أخبرنا معمر عن حمام بن منبه أنه سمع أبا هريرة يقول. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഹമ്മാം ബിൻ മുനബ്ബഹ് എന്നവരിൽ നിന്നുള്ള നിവേദനമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഖ്ബലു സ്വലാത്തു മൻ അഹ്ദസ ഹത്താ യതവദ്ദഅ. ലാ തുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല, സ്വലാത്തു മൻ അഹ്ദസ ഹദസ് സംഭവിച്ചവന്റെ, ഹത്താ യതവദ്ദഅ അവൻ വുദു ചെയ്യുന്നത് വരെ. ഖാല റജുലുൻ മിൻ ഹദറമൗത്ത്, ഹദറമൗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി ചോദിച്ചു. അതായത് ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കേട്ടപ്പോൾ ഹദറമൗത്തിൽ നിന്നുള്ള ഒരാൾ ചോദിച്ചു, മൽ ഹദസു യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ ഹദസ് എന്നാൽ എന്താണ്? ഖാല, അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫുസാഉൻ ഔ ദുറാത്തുൻ, ഫുസാ അല്ലെങ്കിൽ ദുറാത്ത്. ഫുസാ എന്ന് പറഞ്ഞാൽ പിന്നെ ശബ്ദമില്ലാതെ കീഴ്വായു പോകുന്നതിനാണ് ഫുസാ എന്ന് പറയുന്നത്. ശബ്ദത്തോടു കൂടി പോകുമ്പോൾ അതിന് ദുറാത്ത് എന്ന് പറയും. അപ്പൊ ഇത് രണ്ടും പുറപ്പെട്ടാൽ, കീഴ്വായു പുറപ്പെട്ടാൽ അത് ശബ്ദമുള്ളതാണെങ്കിലും ശബ്ദമില്ലാതെയാണെങ്കിലും വുദൂ മുറിയും എന്നർത്ഥം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹദസ് എന്നാൽ ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഉൾപ്പെടും. പക്ഷെ ഇവിടെ അധ്യായത്തിന്റെ ടൈറ്റിൽ ഇത് പൊതുവായിട്ട് എല്ലാ അശുദ്ധികളിൽ നിന്നുമുള്ള ശുദ്ധിയാവലിനെ ഉദ്ദേശിച്ചാണ് ഹദീസിന്റെ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഹദീസ് ഒരു പ്രത്യേക തരം ഹദീസിനെ കുറിച്ച്, ഒരു പ്രത്യേകമായ ഒരു ഹദീസിനെ കുറിച്ച് മാത്രമാണ്. അതായത് ചെറിയ അശുദ്ധിയിൽ നിന്ന് തന്നെ അതിൽ തന്നെ ഒരു ഇനം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആമായിട്ടാണ് ഇവിടെ ഉദ്ദേശ്യം. സ്വഹീഹ് മുസ്ലിമിൽ ഈ ടൈറ്റിലിലെ ആശയം സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കാണാം. ലാ തുഖ്ബലു സ്വലാത്തുൻ ബിഗൈരി തുഹൂരിൻ വലാ സ്വദഖത്തുൻ മിൻ ഗുലൂലിൻ. ലാ തുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല, സ്വലാത്തുൻ നമസ്കാരം, ഒരു നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, ബിഗൈരി തുഹൂരിൻ ശുദ്ധിയില്ലാതെ, അതായത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ഒക്കെ ശുദ്ധമായിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ നിസ്കാരം സ്വീകരിക്കപ്പെടൂ. വലാ സ്വദഖത്തുൻ, സ്വദഖയും സ്വീകരിക്കപ്പെടുകയില്ല, മിൻ ഗുലൂലിൻ, അതായത് വഞ്ചനയിലൂടെ ലഭിച്ച സമ്പാദ്യത്തിൽ നിന്നുള്ള സ്വദഖ ധർമ്മം അതും സ്വീകരിക്കുന്നതല്ല. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവിടെ മറുപടി പറയുന്നത് വുളൂ മുറിയുന്ന കാര്യത്തിൽ പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ്, ഒരു വിഷയം മാത്രമാണ്. അതായത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് സാധാരണഗതിയിൽ സംഭവിച്ചേക്കാവുന്ന വുളൂ മുറിയുന്ന ഒരു കാര്യം, അതെന്താണ്? കീഴ്വായു പോവുക എന്നതാണ്. വുളൂ ഇല്ലാതെ നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിനിടയിൽ ആണ് വുളൂ മുറിഞ്ഞതെങ്കിലും നാണം കൊണ്ട് നിസ്കാരം പൂർത്തിയാക്കിയിട്ട് പിന്നെ വേറെ പോയി വുളൂ എടുത്ത് നിസ്കരിച്ചാൽ പോരാ. കാരണം നിസ്കാരത്തിനിടയിൽ വുളൂ മുറിഞ്ഞാൽ നിസ്കാരം പൂർത്തിയാക്കാൻ പാടില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് വുളൂ എടുത്തു വന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്.
ഇനി ശ്രദ്ധിക്കേണ്ടത് മുൻദ്വാരത്തിലൂടെയോ പിൻദ്വാരത്തിലൂടെയോ എന്ത് പുറപ്പെട്ടാലും വുദു മുറിയും എന്നതാണ്. സംഭോഗം കൊണ്ട്, ജിമാഅ് കൊണ്ട് വുദു മുറിയും. കുളി നിർബന്ധമാവുകയും ചെയ്യും. വുദു മുറിയാൻ മാത്രമല്ല കുളിയും നിർബന്ധമാകും. അതേപോലെ ലിംഗസ്പർശം, യോനിസ്പർശം, ഉറക്കം, ഇതുകൊണ്ടൊക്കെ വുദു മുറിയും. ഇപ്പൊ ഗാഠമായ ഉറക്കാണെങ്കിൽ ഏതായാലും വുദു മുറിയും. സന്ധി ഉറപ്പിച്ച് ഇരുന്ന് ഉള്ള ഉറക്കമാണെങ്കിൽ അതുകൊണ്ട് വുദു മുറിയില്ല എന്നുള്ള അഭിപ്രായങ്ങളുണ്ട്. അതേപോലെ നേരിയ മയക്കം ആണെങ്കിലും. മഹറമല്ലാത്ത സ്ത്രീ പുരുഷന്മാർ പരസ്പരം സ്പർശിക്കുക, അല്ലെങ്കിൽ ദമ്പതികൾ പരസ്പരം സ്പർശിക്കുക, ഇതുകൊണ്ട് വുദു മുറിയുമോ എന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത് ഷഹ്വത്തോടു കൂടി, വികാരത്തോടു കൂടിയാണെങ്കിൽ വുദു മുറിയും, അല്ലെങ്കിൽ മുറിയില്ല എന്നുള്ള വീക്ഷണമുണ്ട്. എങ്ങനെയാണെങ്കിലും സംഭവം കൊണ്ടേ വുദു മുറിയുള്ളൂ, സ്പർശനം കൊണ്ട്, സ്ത്രീ സ്പർശനം കൊണ്ട് വുദു മുറിയില്ല എന്നുള്ള വീക്ഷണങ്ങളുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയമാണ് അത്. ഔലാ വസ്തുമിൻ നിസാ എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അല്ലെങ്കിൽ സ്ത്രീ സമ്പർക്കം കൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീ സ്പർശനം കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്, ഇജ്തിഹാദിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ സൂക്ഷ്മത എടുക്കലാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.